ജീവസന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 38-ാമത്തെ വചനം. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച പഴയ നിയമ പ്രവചനങ്ങളുടെ ചില നിവൃത്തികൾ നമുക്ക് കാണാൻ സാധിക്കും. യേശു കർത്താവിന്റെ ജീവിതം ഒരു വ്യത്യസ്ത ജീവിതമായിരുന്നു. യേശു കർത്താവിന്റെ പഠിപ്പിക്കലുകൾ അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായിരുന്നു. യേശുക്രിസ്തു ഇവിടെ ചില പ്രത്യേക ആത്മീയ പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുകയാണ്. മോശയും മുൾപ്പടർപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. മോശയുടെ ഒരു പ്രസ്താവനയാണത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. എന്നാൽ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ കാര്യത്തെ റെഫർ ചെയ്തിട്ട് പറഞ്ഞിരിക്കുകയാണ്, ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, പിന്നെയോ ജീവനുള്ളവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. മരിച്ചവരുടെ ദൈവം അല്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: മരിച്ച് മൺമറഞ്ഞു പോയ എല്ലാ ആളുകളും ജീവിക്കും. മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവർ കർത്താവിൻ്റെ പ്രതിഫലം വാങ്ങിക്കുവാൻ വീണ്ടും വരും. യേശുക്രിസ്തു മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുകയാണ്, അവർ ജീവിച്ചത് ദൈവത്തിനായിട്ടാണ്. അതാണ് എന്നെ ചിന്തിപ്പിക്കാനിടയായത്. ദൈവത്തിനു വേണ്ടി ജീവിച്ച ആളുകൾ, ചില ആളുകളുടെ പേരവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അബ്രഹാം. അബ്രഹാം ജീവിച്ചത് ദൈവത്തിനു വേണ്ടിയായിരുന്നു എന്ന് കർത്താവ് തന്നെ പറയുകയാണ്. അബ്രഹാം ജീവിച്ചത് ദൈവത്തിനു വേണ്ടിയാണോ? എന്താണ് ആ പറയുന്നതിന്റെ അർത്ഥം? അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായ ഓരോ സംഭവ വികാസങ്ങളും ദൈവത്തിന്റെ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നതിന്, അർത്ഥാൽ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന്, ദൈവം ഉയരപ്പെടേണ്ടതിന് ആണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ചിന്തനീയമായിരിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ട് കർത്താവ് പറയാണ്, മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. കാരണം ആ ജീവനുള്ളവർ എല്ലാം ജീവിച്ചത് ദൈവത്തിനു വേണ്ടിയാണ്. അബ്രഹാമിന്റെ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. ഇസഹാക്കിനെ യാഗം അർപ്പിക്കുന്നതും ആ അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായ പരിശോധനകളെ അബ്രഹാം കവർ ചെയ്യുന്നതുമെല്ലാം ദൈവത്തിനു വേണ്ടി താൻ ജീവിച്ചത് കൊണ്ടാണ്. രണ്ടാമതൊരു വ്യക്തി അവിടെ കാണാൻ കഴിയും, മോശ. മോശ ജീവിച്ചത് ആർക്ക് വേണ്ടിയാ? 40 വർഷം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തി, അവരുടെ പ്രയാസങ്ങളിലും കഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും നെടുവീർപ്പുകളിലും അവർക്ക് ആശ്വാസമായി, നല്ല അത്താണിയായി, അവർക്ക് ഏറ്റവും പ്രചോദനമായി തീർന്ന മോശ. ആ മോശ ജീവിച്ചത് ദൈവത്തിനാണ്. നമ്മളൊന്ന് ഓർത്ത് നോക്കി, 40 വർഷം മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളെ നയിക്കുക ചെറിയ കാര്യമാണോ? ഇത്രയും പിറുവിറുപ്പുള്ള, ഇത്രയും പരിവേദനമുള്ള, മറ്റുള്ളവരെ കുറ്റം പറയുന്ന, അവർക്ക് അപമാനം വരുത്തുന്ന, മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു വലിയ ജനനദി അവരുടെ നേതാവായി മോശ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ മോശ ജീവിച്ചത് ദൈവത്തിനു വേണ്ടിയാണ്. മോശ ചെയ്ത കാര്യങ്ങൾ ദൈവത്തിനു വേണ്ടിയാണ്. മറ്റൊരാളെ നമുക്ക് കാണാൻ കഴിയും, ഇസഹാക്ക്. ഇസഹാക്ക് ജീവിച്ചത് ദൈവത്തിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ തന്നെ യാഗം അർപ്പിക്കാൻ പോകുന്ന സമയത്ത് താൻ ഒരിക്കൽ പോലും ആ അബ്രഹാമിനോട് എതിർത്തില്ല. ഒരിക്കൽ പോലും അബ്രഹാമിന് എതിരായിട്ട് തീർന്നില്ല. അബ്രഹാം എന്ത് പറയുന്നുവോ അത് പൂർണ്ണമായി അനുസരിക്കുവാൻ താൻ മനസ്സ് വെച്ചു. പ്രിയമുള്ളവരെ, അതിന്റെ കാരണം താൻ ജീവിച്ചത് ദൈവത്തിനു വേണ്ടിയാണ്. ഇസാക്കിന്റെ ജീവിതവും ദൈവത്തിനു വേണ്ടിയായിരുന്നു. യാക്കോബിനെ നമുക്കവിടെ കാണാൻ കഴിയും. യാക്കോബും ജീവിച്ചത് ദൈവത്തിനു വേണ്ടിയാണ്. അർത്ഥാൽ യാക്കോബ് ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനു വേണ്ടി ജീവിച്ചു. അവന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസഘട്ടങ്ങളിലും മറ്റുള്ളവരെ അവൻ കബളിപ്പിച്ചു എന്നുള്ള സത്യമാണെങ്കിൽ പോലും യാബോക്ക് കടവെങ്കിൽ അവന്റെ തെറ്റുകളെ ഏറ്റുപറയുന്നതായി കാണാൻ കഴിയും. അപ്പോഴും അവൻ ആരാണ് എന്ന് പറയുകയും അവന് തെറ്റുകളെ ഏറ്റുപറയുകയും അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിനു വേണ്ടി ജീവിച്ച ആളുകൾ. പ്രിയമുള്ളവരെ, നാം ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? നാം നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ദൈവത്തിനു വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്?
പലപ്പോഴും നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി തന്നെ ആയി മാറുന്നു, മനുഷ്യന് വേണ്ടിയായി മാറുന്ന ഒരവസ്ഥയില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാണെങ്കിൽ നാം ദൈവത്തിനു വേണ്ടി ജീവിക്കണം. അർത്ഥാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി, ദൈവിക ശുശ്രൂഷയുടെ വ്യാപ്തിക്ക് വേണ്ടിയായി തീർന്നാൽ മാത്രമേ ദൈവത്തിനു വേണ്ടി ജീവിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം അതെത്ര ധന്യമായ ജീവിതമാണ്. അങ്ങനെ ജീവിക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ നൽകിക്കൊണ്ട് സ്തോത്രം. ഈ ദിവസം അങ്ങേക്ക് പ്രസാദമായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളായി ബുദ്ധിമുട്ടുന്നവർക്ക് വിടുതലിന്റെ കരം നീട്ടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലുള്ള നാമത്തിൽ തന്നെ. ആമേൻ.